ചെറിയ തോതിൽ മഴയൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് മരച്ചോട് വെള്ളച്ചാട്ടത്തിൽ വന്നാണ്. വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് വേണ്ടവർക്ക് ഇറങ്ങിയാണ്. അപ്പോൾ ഒരു വ്ലോഗ് അടിക്കാവുന്നവർക്ക്. അപ്പോൾ ഇവിടെ നേരത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരച്ചോട് വെള്ളച്ചാട്ടത്തിൽ എൻട്രി ഫ്രീ ആയിരുന്നു. ഇപ്പോൾ ചെറിയ രീതിയിൽ 20 രൂപ ഒരാൾക്ക് എൻട്രി ഫീസ് വയ്ക്കുന്ന രീതിയിൽ ഇവിടെ വിപുലീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലീനായിട്ട് ഒക്കെ അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി. അതിനാണ് അവർ ചെറിയൊരു എമൗണ്ട് മേടിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 300 മീറ്റർ അടുത്തോളം നമുക്ക് ഇവിടുന്ന് ഈ ഒരു പോക്കറ്റ് റോഡ് വഴി നടന്നിറങ്ങി പോകാമെന്നാണ് മരച്ചോട് വെള്ളച്ചാട്ടത്തിലേക്ക്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാൻ. ചെറുതായിട്ടുള്ളൊരു മഴയുണ്ട്. അപ്പോൾ മഴയൊന്ന് ചാറ്റൽ മഴ തോർന്നതിന് ശേഷം നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കൃഷിയിടത്തോട് ചേർന്നാണ് മരച്ചോട് വെള്ളച്ചാട്ടം. കുറേ കാലമായിട്ട് സഞ്ചാരികൾ ധാരാളമായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നു. ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സൗകര്യങ്ങൾ ചെയ്യുന്നു. പ്ലാസ്റ്റിക് ഒന്നും അവിടെ വീഴാതെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി അവിടെ ആരെങ്കിലും പ്ലാസ്റ്റിക് കൊണ്ടുവിട്ടാൽ നമ്മളത് ഉടനെ തന്നെ അവിടെ നിന്ന് ഡിസ്ട്രോയ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക്, അതായത് വിദേശത്തുനിന്നും സ്വദേശത്തു നിന്നുള്ള ധാരാളം സഞ്ചാരികൾ വരുന്നതുകൊണ്ട് അവർക്ക് കാണാനായിട്ട് നമ്മുടെ ഒരു സ്പൈസസ്, നമ്മുടെ ഏലം കുരുമുളകിന് കാണിച്ചു കൊടുക്കാനായിട്ടും അതോടൊപ്പം തന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഗാർഡൻ, എല്ലാത്തരം ഫ്രൂട്ട്സും ഉണ്ട്. അപ്പോൾ അതെല്ലാം അവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ട്രിപ്പ് ആയിട്ട് ഇറങ്ങി പോകുന്നതാണ്. അന്നേരമാണ് ഈ ഒരു മരച്ചോട് വെള്ളച്ചാട്ടത്തിനെ പറ്റി ആലോചിച്ചതും ഇങ്ങോട്ട് പോകുന്നത്. ഒരുപാട് തവണ അവിടെ വന്നിട്ടുണ്ട്. എന്നാൽ പോലും നിങ്ങൾ മൂന്നാറൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്നതാണ്. ആ സമയത്ത് മൂന്നാർ തേക്കടി റൂട്ടിൽ പോകുമ്പോഴൊക്കെ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് ഇറങ്ങി കുളിക്കുവാനും ആസ്വദിക്കാനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഉണ്ട് ഈ ഏലക്കാടുകളും കായകളൊക്കെ കണ്ടും ഈ തോട്ടത്തിലൂടെയൊക്കെ ഇറങ്ങിയാണ് ഈ ഒരു മരച്ചോട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത്. കൃത്യമായിട്ട് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാറിൽ നിന്നും പൂപ്പാറ വന്ന് ശാന്തമ്പാറ കൂടിയാണ് നിങ്ങൾ തേക്കടി റൂട്ടിൽ പോകുന്നത്. അപ്പോൾ ശാന്തമ്പാറയിൽ നിന്ന് ഏകദേശം തേക്കടി റൂട്ട് വന്നാൽ 5 കിലോമീറ്റർ. ഗൂഗിൾ മാപ്പിലൊക്കെ രജിസ്റ്ററാണ് ഈ സ്ഥലം. അപ്പോൾ അതുകൊണ്ട് ലൊക്കേഷൻ നോക്കി വരാവുന്നതാണ്. ഇപ്പോൾ അതിമനോഹരമായ ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് പോകാം. കാരണം ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്. ശനി ഞായർ ദിവസങ്ങളിലാണെങ്കിൽ നല്ല ആളുകളാണ് ഇവിടെ. ഇന്ന് ഞാനിപ്പോൾ വന്നത് ശനിയാഴ്ചയാണ്. ഇന്നിപ്പോൾ കുറച്ച് പേരെ വന്നുള്ളൂ പറഞ്ഞത്. പക്ഷേ നാളെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉണ്ടായിരുന്നു നല്ല ആളുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു മരച്ചോട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനാണ് നമ്മുടെ മനോരമയിലെ റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്യുന്ന അനുരാജ് ചേട്ടൻ. അപ്പോൾ അനുരാജ് ചേട്ടനെ കണ്ട് ഞാനിപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുറേ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഇവിടെ എൻട്രി ഫീസ് ഉണ്ട്, 20 രൂപയാണ് ഒരാൾക്ക്. അതോടൊപ്പം നിങ്ങൾക്ക് ഏലക്കായ അങ്ങനെയുള്ള സ്പൈസസ് കാര്യങ്ങളൊക്കെ, കുരുമുളക്, ഇതൊക്കെ നല്ല നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വാങ്ങിക്കൊണ്ട് പോകാനുള്ള ഒരു ഫെസിലിറ്റി കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിപ്പോകാം. ഈ ഏലക്കാടുകളൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് നമ്മൾ പോകേണ്ടത്. ഇതേടെ കുരുമുളകൊക്കെ നിൽക്കുന്നത് കാണാമല്ലോ. നല്ല നാച്ചുറലായിട്ടുള്ളൊരു നല്ലൊരു വൈബ്, നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നൊരു സൗണ്ടൊക്കെയാണ് വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 2-3 പിള്ളേർ ഇറങ്ങി പോയിട്ടുണ്ട്. ഞാനിവിടെ വരുന്ന ജസ്റ്റ് മിസ് ഒരു 9 പിള്ളേർ കൊല്ലത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവർ ജസ്റ്റ് ഇവിടുന്ന് കുളിച്ചൊക്കെ കയറിപ്പോയി. അവരെ കാണാനും പറ്റിയില്ല, വീഡിയോ എടുക്കാനും സാധിച്ചില്ല. ഇപ്പോൾ വേറെ 3 പേര് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോടൊപ്പം ഒന്ന് പോയി കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാം. ഇതാണ് ഏലം. അപ്പോൾ ഈ പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാനും മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ചെറിയ വണ്ടികൾ, കാറാണെങ്കിലും ഇവിടെ എത്തുന്നതാണ്. ഈ റോഡ് തൊട്ട് മുകളിൽ വെച്ചൊരു ടാറിങ് റോഡാണ്. അവിടെ നിന്നും ഒരു ഏകദേശം ഒരു 100 മീറ്ററോളം, 100 ഏകദേശം ഒരു 300 വെച്ച് വന്നാലും ഇതേപോലെ നടപ്പാതെയാണ്. ഇറങ്ങി നമുക്ക് ഈ ഏലക്കാടുകൾക്കുള്ളിലൂടെ നമുക്ക് ഒന്ന് മരച്ചോട് വെള്ളച്ചാട്ടത്തിലേക്ക് പോവാം. ഞാൻ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനൊക്കെ ഇവിടെ ആളുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല, നമുക്ക് നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് വരാം. പക്ഷേ ഇവിടെ അപകടം പിടിച്ച ഒരു വെള്ളച്ചാട്ടം അല്ല ഇത്. അതുകൊണ്ട് തന്നെ സേഫാണ്. ആസ്വദിക്കാനും കുഞ്ഞു പിള്ളേരെ കൊണ്ട് വന്നാൽ പോലും നമുക്കിവിടെ വളരെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെള്ളമുള്ള സമയമാണ്. ഇതാ നല്ലൊരു മരവും അതിന് ചുറ്റും നല്ല തണുപ്പാണ്, നല്ല കൂളിംഗ് വൈബാണ്.
എൻ്റെ ഈ തൊട്ട് പിന്നിലൂടെ ഒഴുകുന്ന ഈ ഒരു വെള്ളം, ഈ ഒരു ഇതിന് തൊട്ടുണ്ടോ വെള്ളച്ചാട്ടം കൊണ്ടോ, ഒരു 2-3 പിള്ളേർ ഇവിടെ കുളിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു വൈബാണ് ഈ ഒരു മരം, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. ഇതിലൊക്കെ കയറി നടന്ന് ആസ്വദിക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഞങ്ങളൊക്കെ മിക്കപ്പോഴും ഇതിലൊക്കെ വലിഞ്ഞ് കയറുന്നതാണ്. നല്ല രസമുണ്ട് കാണാൻ. അതുകൊണ്ട് അവർ നല്ല എൻജോയ്മെൻറ്റിലാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ടല്ലേ കാണാനൊക്കെ. അവരുടെ അടുത്തേക്ക് പോകാനാണെങ്കിലും എനിക്ക് ആയിരിക്കും പയ്യെ നമുക്ക് അങ്ങോട്ട് പോവാം. നീന്തി കുളിച്ചൊക്കെ നല്ല രീതിയിൽ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് വിശ്വസിലൂടെ പോവാം. വളരെ ആസ്വാദികരമായിട്ടുള്ള ഒരു ദൃശ്യ ഭംഗിയാണത് ഇവിടെ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് കിട്ടുന്നത്. എത്രത്തോളം സന്തോഷകരമായിട്ടാണ് ആ കുട്ടികളോട് കുളിക്കുന്നതെന്ന്, അത് ആസ്വദിക്കുന്നതെന്നൊക്കെ കാണാൻ സാധിക്കും. വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഡെപ്ത് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാം. ഒരു ചെറിയതാണ്, എന്നാൽ കൂടെ നല്ല അതുപോലെ കല്ലിലൊക്കെ തട്ടി നല്ല രീതിയിൽ തെറിച്ചൊക്കെ വരും. നല്ല കൂളിങ്ങാണ്, ചില്ലായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു മരച്ചൂട് വെള്ളച്ചാട്ടത്തിൽ ഈ ഒരു കൊച്ചു വ്ലോഗ് കൊണ്ട് നമുക്ക് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം ഇന്ന് തന്നെ.